തിരുവമ്പാടി മണ്ഡലം രൂപീകരിച്ചതു മുതൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കുത്തകയായിരുന്നു ഈ മണ്ഡലം. എന്നാൽ 2006-ൽ മത്തായി ചാക്കോയിലൂടെയാണ് LDF മണ്ഡലം പിടിച്ചെടുത്തത്. 2011-ൽ മുസ്ലിം ലീഗ് വീണ്ടും മണ്ഡലം തിരിച്ചു പിടിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി LDFിൻ്റെ കയ്യിൽ ഭദ്രമാണ് തിരുവമ്പാടി. ഇനി തിരുവമ്പാടി എന്താണ് സംഭവിക്കുക നോക്കാം. മത്തായി ചാക്കോ, പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് എം തോമസ്, ഇവരുടെ ഭരണകാലയളവിന് ശേഷം സി മോയിൻകുട്ടിയിലൂടെയാണ് 2011-ൽ മണ്ഡലം ലീഗ് UDFനായി തിരിച്ചുപിടിച്ചത്. 2016-ൽ വീണ്ടും ജോർജ് എം തോമസിലൂടെ LDF. 2021-ൽ മണ്ഡലം ലിൻഡോ ജോസഫിലൂടെ നിലനിർത്തിയ LDFിൻ്റെ ഇത്തവണത്തെ ശ്രമവും ലിൻഡോയിലൂടെ തന്നെ. വികസന നേട്ടങ്ങൾ തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് ലിൻഡോ ജോസഫിന്. മുൻകാലങ്ങളിൽ ഈ മലയോര മേഖലയിലേക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇടതുപക്ഷം വന്നപ്പോൾ മലയോര മേഖലയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തി. അതുകൊണ്ട് എന്ത് ചെയ്തു, വലിയ രൂപത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ മലയോര മേഖല ജനത തയ്യാറായി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. തുരങ്കപാതയും മലയോര ഹൈവേയും ഉൾപ്പെടെ 3875 കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ ജനത ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കും. പട്ടയപ്രശ്നം, വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് UDF സ്ഥാനാർത്ഥി CK കാസിം ചൂണ്ടിക്കാട്ടുന്നത്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് വന്യമൃഗശല്യം. 10 വർഷമായിട്ട് ഉണ്ടായിരുന്ന MLA മാരോ സർക്കാരോ ഒരു ചെറുവരിൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ള എല്ലാവരും പറയും. അത് അവരും പറയുന്നുണ്ട്. നമ്മളീ പറയുന്നതിനൊന്നും അവർ മറുപടി പറയാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ ജനങ്ങളെ നിരന്തരം ദ്രോഹിക്കുന്ന നിലപാടെടുക്കുമ്പോൾ ജനങ്ങൾക്ക് അതിൽ വലിയ പ്രതികാരം ഉണ്ടാകും. കഴിഞ്ഞ തവണ CP ചെറിയ മുഹമ്മദിനെതിരെ 4643 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലിൻഡോയ്ക്ക് ലഭിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വൻ മേൽക്കൈയാണ് UDF നേടിയത്. രാഹുൽ ഗാന്ധിക്ക് 46,556 വോട്ടിൻ്റെയും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 50,298 വോട്ടിൻ്റെയും ഭൂരിപക്ഷം ലഭിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുക്കം മുനിസിപ്പാലിറ്റിയും കാരശ്ശേരി പഞ്ചായത്തും LDFിനൊപ്പം നിന്നപ്പോൾ കൂടരഞ്ഞി, കൊടിയത്തൂർ, തിരുവമ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകൾ UDFനാണ് ലഭിച്ചത്. മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വിജയത്തിൽ നിർണായകമാകുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. തിരുവമ്പാടിയിലെ മുസ്ലിം ലീഗിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും LDFിൻ്റെ പ്രതീക്ഷയ്ക്ക് കരുത്തു പകരുന്നു. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ UDFന് 11,081 വോട്ടിന്റെ ലീഡുണ്ട്. മണ്ഡലം UDF തന്നെ തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് CK കാസിമെങ്കിൽ ലിൻഡോ ജോസഫിന്റെ രണ്ടാം ഊഴം വെറുതെയാവില്ലെന്ന് LDFും കണക്കുകൂട്ടുന്നു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.